ഹലോ. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ് ഗെയ്സ്. എന്താ പറയുക, എനിക്ക് കുറച്ച് വർക്കും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. ഇന്നാണ് ഇപ്പോൾ ഞാൻ ഒന്ന് ഫ്രീ ആയിട്ട് റൂമിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് പോയിട്ട് വരാം. വീഡിയോ എടുത്തിട്ടും കുറച്ചായില്ലേ, അപ്പോൾ പുറത്ത് പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ ബസ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വടവള്ളി പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോണത്. അങ്ങനെ ബസ് കയറി വടവള്ളി എത്തി. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കടയിൽ ഒരു മിഠായി കണ്ടത്. ഞാൻ മധുരത്തിൻ്റെ അത്ര വലിയ ഫാൻ അല്ലെങ്കിലും എനിക്കത് കണ്ടപ്പോൾ എന്തോ കഴിക്കാൻ ഒരു ക്രേവിങ്. അങ്ങനെ അത് കഴിച്ച് നടക്കുമ്പോൾ ഒരു സെറാമിക്കിൻ്റെ ഒരു കട കണ്ടു. ഇത് കയറി ചെന്നപ്പോഴാണ് ഞാൻ ആളോട് ചോദിച്ചത്, വീഡിയോ എടുത്തോട്ട് ചോദിച്ചപ്പോൾ ആളാന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ആ നെയിമും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ബട്ട് കളക്ഷൻസൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഈ കപ്പൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ വടവള്ളി ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു കടയിലാണ്. കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ കാണാം. പിന്നെ ഈ ഇമോജീൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ടായി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഉറങ്ങുന്നത് വാങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പോയി ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു 4 എണ്ണം മേടിക്കണം എന്നാലേ കിട്ടുള്ളൂ പറഞ്ഞു. അപ്പം അത് ഇവിടെ വെച്ചിട്ട് ഇതൊക്കെ നോക്കി. ഇതിനൊക്കെ 99 രൂപയുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇതും അതെ, ഇതാണ് എനിക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് ഇഷ്ടമായത്, അതിൻ്റെ കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു കടയിൽ കയറി ട്രയൽ നോക്കി. ഈ ടീഷർട്ട് കാണുമ്പോൾ എനിക്ക് ലാലേനെ ഓർമ്മ വരും. ലാലയ്ക്ക് ഇതുണ്ടായി. അങ്ങനെ ടീ ബോയ് തിരഞ്ഞു പോയി. ബട്ട് ടീ പോയി കിട്ടിയില്ല. അപ്പോൾ ഞാൻ വേറൊരു കടയിൽ കയറിയിട്ട് ഞാൻ ചായ കുടിച്ചു. ചായ കുടിച്ചിട്ട് ഞാൻ ഈ കടയിൽ കയറിയിട്ട് മാംഗോ ലസ്സിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. ബട്ട് ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഐസ്ക്രീം ഇല്ല എന്ന് മനസ്സിലായത്. അങ്ങനെ ആ സങ്കടത്തിൽ ഞാൻ ഒരു ചായയും കൂടെ ഓർഡർ ചെയ്തു. കാരണം ചുമ്മാ ഇറങ്ങി പോരണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനതും കുടിച്ചിട്ട് ഇങ്ങനെ നടന്നു. നല്ല സങ്കടം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്, കിട്ടിയില്ല. എന്നിട്ടിങ്ങനെ നടക്കുന്ന വഴിയിൽ മറ്റേ കരിമ്പൻ ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുടിക്കാമെന്ന് വിചാരിച്ച് അതും ഒരു ഗ്ലാസ് കുടിച്ചിട്ട് ഞാനിങ്ങനെ പിന്നെയും ഹോസ്റ്റലിലേക്ക് ഇങ്ങനെ നടന്നു. ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഇനി ഇങ്ങനെ ചുമ്മാ ഇരിക്കുക, അതന്നെ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.